തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട അരിമ്പ്ര സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ബൂത്തിലായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വേറെ യാതൊരു സംഘർഷമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സംഘം അവിടെ പ്രകാശിനെ മൃഗീയമായിട്ട് കുത്തിയേറ്റി ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുക. അവിടെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ അനിയനാണ് പ്രകാശ്. രമേശനാണ് ലോക്കൽ സെക്രട്ടറി. ലോക്കൽ സെക്രട്ടറിയുടെ അനിയനെയാണ് മൃഗീയമായിട്ട് ഈ രീതിയിൽ പരിക്കേൽപ്പിച്ചത്. പരാജയം ഉറപ്പായപ്പോൾ കോൺഗ്രസ് ക്രിമിനൽ സംഘം കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടി ബോധപൂർവം പ്ലാൻ ചെയ്തിരിക്കുന്നുവെന്നാണ് കാണുന്നത്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മരുതായി അവിടെ ശ്രീജേഷ് എന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കളെ ഇതേപോലെ തന്നെ മൃഗീയമായ മർദ്ദനത്തിന് അവരിരയാക്കേണ്ടത്, അതും കോൺഗ്രസിൻ്റെ ഗുണ്ടാ സംഘം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ പാർട്ടിക്കെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള വരവ് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലും മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലും ഇപ്പോഴും കടന്നാക്രമണത്തിൻ്റെ രീതിയിലാണ് കോൺഗ്രസ്സുകാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകളെ ഫലപ്രദമായി ജനകീയമായി പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. ആ പ്രതിരോധം ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഫലപ്രദമായിട്ട് ആ പ്രതിരോധം തീർക്കും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിരോധം ഈ ക്രിമിനൽ സംഘത്തിനെതിരായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ അഭിപ്രായം, കോൺഗ്രസ്സുകാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിനപ്പുറം ഗുണ്ടാ സംഘത്തിന് വേണ്ടി ഫലപ്രദമായിട്ട് പിന്തുണ നൽകുന്ന നിലയാണ് കാണുന്നത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് കേരളത്തിലുടനീളം ഉയർന്നു വരേണ്ടത് എന്നതാണ് പാർട്ടിക്ക് ചിന്തിക്കേണ്ടത്. ഇല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ കത്തിക്കുത്തലല്ലോ വേണ്ടത്. ആരെയെങ്കിലും കൊണ്ടുപോയി, അതും ഈ പ്രകാശനുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ പ്രകാശൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാണ്, അപ്പോഴാണ് കുത്തിയത്. അതാണ് കാര്യം. അതാണ് RSകാരെ പോലെയാണ് BJP ഇപ്പോൾ കോൺഗ്രസ്സുകാരും പെരുമാറുന്നത്. കത്തിയും കടാരിയൊക്കെ ആയിട്ടാണ് യാത്ര. യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ സന്ദർഭത്തിൽ അവിടെ എന്തോ തർക്കം വന്നപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആളെയാണ് കുത്തിക്കളഞ്ഞത്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ അനിയനാണ്. നല്ല പരിക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് ആരംഭിച്ചിട്ടുള്ളൂ.